റഷിദല്ലാന്ന് തോന്നുന്നു. ഓളുണ്ടെങ്കിൽ ഒരു ഗതികളാണ്. ഓൾ എപ്പോഴും ഇന്നെ കാട്ടും. അതാ ഞാൻ ചെയ്തിട്ടില്ല. നീ സാറിനോട് ഞാൻ ബുക്ക് കൊടുത്തിട്ടില്ല എന്ന് പറയാം. ഇജ്ജ് സാറിനോട് പറയരുത് കേട്ടോ. ഇന്ന് 2ാം പീരീഡ് PT ആണ്. പിന്നെങ്കിലും മാത്സ് ടീച്ചർ വരാ എന്നാ മതിയെന്ന്. ശരിയാണ്, എന്നും കണക്ക് ടീച്ചർ വരും. കഴിച്ചാൻ വരെ പറ്റില്ല. നിത്യവും സത്യമായി ഞങ്ങൾ തഞ്ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അലിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾക്ക് ഗണി തമ്പുരാനേ. നിന്നെ വാഴ്ത്തുന്ന നാവുകൾ നൽകിയും നിന്നെ കേൾക്കുവാൻ കാതുകൾ നൽകിയും നിന്നെ സ്മരിക്കുന്ന മനസ്സുകൾ നൽകിയും ഞങ്ങളെ കാക്കണേ ലോകനാഥ. നിത്യവും സത്യമായി ഞങ്ങൾ തഞ്ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അടിയങ്ങൾ കേൾക്കണേ തമ്പുരാനേ. Good morning, sir. Good morning. Sit down. വെല്ലടിച്ചിട്ടുണ്ട്. നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കണേ. ബുക്കൊന്നും എടുക്കാനായിട്ടില്ല നിങ്ങൾക്ക്? ഹോംവർക്ക് ഒക്കെ ചെയ്തില്ല നിങ്ങള്? സാറ് ഞാൻ ചെയ്തു, പക്ഷെ ബുക്ക് കൊടുത്തിട്ടില്ല. അതാ ബുക്ക് കൊടുക്കാതെ? എന്താ ചെയ്യാൻ പറഞ്ഞു ഹോംവർക്ക്? മറ്റേന്തിനു കളിയല്ല കളി പാടത്തെ. കളിയല്ല കളി? അതല്ല സാറ്, കാട്ടിലെ കളിയാണ്. അതാണ് ഞാൻ എഴുതാൻ പറഞ്ഞത്. അപ്പൊ എഴുതിയിട്ടില്ല അല്ലേ? കള്ളം പറയാനല്ലേ എനിക്ക്? കാട്ടിലെ കളികളല്ലേ ഞാൻ എഴുതാൻ പറഞ്ഞത്? എന്താണ് എഴുതി വരാത്തത്? കാട്ടിലെ കളികളിൽ 2 വരി 10 ചെല്ലിക്കാം. മോളെ ബുക്ക് ഒന്ന് കൊടുത്തേ. കാട്ടിലെ കളികൾ ബുക്ക് അങ്ങനെ പിടിക്കരുത് കേട്ടോ. എപ്പോഴും പറഞ്ഞ കാര്യമില്ല ഞാൻ. ബുക്ക് എപ്പോഴും താത്തി പിടിക്കണം കേട്ടോ. മുഖം കാണുന്ന രീതിയിൽ പിടിച്ചാൽ മതി. മുഖം മറച്ച് വായിക്കണ്ട കേട്ടോ. ഒരു നാൾ കാനനം തന്നിലെ പോയിട്ടു വേണമേ ഭോജനമിന്നിക്കുന്നു നന്ദി. കാലത്തുണർന്നുടൻ ബാലകന്മാരെ വീട്ടിൽ നിന്ന് പഠിച്ചു വന്നിട്ടില്ലേ? ഇല്ലേ? ഞാൻ തന്നെ പറഞ്ഞു ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞല്ലേ? ഓർമ്മണ്ടോ? ആദ്യത്തെ ചോദ്യം 5000 തന്നെ ആയിക്കോട്ടെ. ബുക്കും കൊടുത്തിട്ട് എന്തായാലും കിഴക്കോട്ട് എഴുതുന്ന നദികളുടെ എണ്ണം എത്ര? 110 വയറിന് നല്ല വീടിന്റെ അടുത്ത കേക്കത്തെ പീടിയിൽ കൊടുക്കാനുള്ള പൈസന്റെ കണക്കല്ല എന്നോട് ചോദിച്ചത്. കിഴക്കോട്ട് എഴുതുന്ന നദിന്റെ എണ്ണം ചോദിച്ചപ്പോൾ പറയണത്. ഇരിക്കവിടെ. ഹോംവർക്ക് ചെയ്തെന്ന് ചോദിച്ചപ്പോ ഹോംവർക്ക് ചെയ്തിട്ടില്ല. ബുക്ക് കൊടുത്തെന്ന് ചോദിച്ചപ്പോ ബുക്കും കൊടുത്തിട്ടില്ല. Good morning, sir. Good morning. ഇരിക്കൂ. സാറേ, ഈ പീരീഡ് PT ആണ്, നിങ്ങളല്ല. PD പീരീഡ് ആണ് ആയിക്കോട്ടെ. എന്താ
കണക്കിന്റെ പാഠം തീർന്നിട്ടില്ലല്ലോ. സ്കൂൾക്ക് പഠിക്കാനല്ലേ വരുന്നത്? കണക്കിന്റെ പാഠം തീർന്നിട്ടില്ല. പിന്നെ പി ടി കളിച്ചിട്ടുണ്ട്. ഇന്ന് എക്സാം ആവാനായിട്ടില്ലേ? പഠിക്കണ്ടേ? എന്താണ് വൈകാരികനോടെ പറയുന്നത്? ഒന്നുമില്ല സാറേ. ഇന്നലെ നമ്മളെന്താ പഠിച്ചേ? ഇന്നലെ ചോദിപ്പിച്ചാ പറഞ്ഞിരുന്നു. ഗുണന പട്ടിക പഠിക്കാൻ പറഞ്ഞിരുന്നു അല്ലേ? പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആരെ ഗുണന പട്ടിക ചൊല്ല? 5 ആയിക്കോട്ടെ. 5 എളുപ്പമുള്ളതല്ലേ? ഞാൻ എന്നാ ചൊല്ലിക്കോ. 1 5 5 2 10 3 5 15 4 20 5 25 6 9 എത്രയാ? 9 5 45. ആ ഇരിക്ക്. പഠിച്ചിട്ടുണ്ടല്ലോ. ഉഷാറായിട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മോള് പഠിച്ചിട്ടില്ലേ? ഇല്ലേ? ഇതുവരെ പഠിച്ചിട്ടില്ലേ? ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ കേട്ടോ. ബുക്കിൽ എഴുതി കാണിച്ചു കേട്ടോ. പഠിപ്പിച്ചു തരട്ടെ. രണ്ടാമത് നോട്ട് ബുക്ക് എടുക്കും. ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ വരക്കണം കേട്ടോ. ശ്രദ്ധിച്ചോ കേട്ടോ. ഒരു മിനിറ്റ്, ടീച്ചറെ വിളിക്കുന്നത്. എന്നാലും ബുക്ക് എടുത്ത് വെച്ചോളൂ കേട്ടോ. ബസ് സമരമാണ്, കുറച്ച് കഴിഞ്ഞാൽ ബസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ടീച്ചർ വന്നിട്ട് അപ്പൊ സ്കൂൾ വിടുകയാണ് കേട്ടോ. ബുക്ക് എടുത്ത് വെച്ചോളൂ. ഇപ്പൊ വെല്ലടിക്കും കേട്ടോ. ബാക്കി നമുക്ക് നാളെ പഠിക്കാം കേട്ടോ. അങ്ങനെയല്ല, ഫസ്റ്റ് 10 പിടി, പിന്നെ ഞെരടി തോന്നില്ല. Salt, pepper, pencil. See that? Salt, pepper, pencil. तव शुभ नामे जागे, तव शुभ आशीष मागे, गाहे तव जय गादा, जनगण मंगलदायक जय हे भारत भाग्य विधाता, जय हे